മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഷാർപ്പ് സ്റ്റൈലിലുള്ള ഒരു താറാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് അടുപ്പിൽ വെച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി താറാവ് കറിയാണ്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ താറാവ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു 1.5 കിലോ ഫ്രോസൺ താറാവാണ്. ഇതിൻ്റെ തോലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് ശേഷം ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ നാടൻ താറാവിൻ്റെ ആണെങ്കിൽ തോലൊക്കെ എടുക്കുന്നത് നല്ലതാണ്, സ്കിന്ന് കറിയിൽ ഇടണം നല്ലതാണ്. പക്ഷേ ഇത് ഫ്രോസൺ താറാവായതാണ്, ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മൺചട്ടി വെക്കാം. മൺചട്ടിയിലാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് തേങ്ങാ കുത്തും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. രണ്ട് ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുരുമുളകിൻ്റെ ഒക്കെ മണം തന്നെയുണ്ട്. നമ്മുടെ താറാവാണ്. നമുക്ക് താറാവ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഭയങ്കര പാടാണ്, ചെറിയ ചട്ടി, അതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊന്ന് ഊറ്റിട്ട് കൊടുക്കാം. ഇപ്പോൾ താറാവ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ താറാവ് കറിയിൽ ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ച പൊടികളൊക്കെ ഇട്ടു. അടിപൊളി കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഡക്ക് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം.
ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.